ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഴ്സസ് ഓഫ് ഡാറ്റ എന്ന ടോപ്പിക്കാണ്. ഇതൊരു ചെറിയ ടോപ്പിക്കാണ്. ഇത് എസ് എ ആയിട്ട് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കുകയുള്ളൂ. സോഴ്സസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട് ഡാറ്റ വേണം. ആ ഡാറ്റ എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യാം, എങ്ങനെ കളക്ട് ചെയ്യണം എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു. ഇന്ന് കാണുന്നത് ആ ഡാറ്റയുടെ സോഴ്സ് ആണ്. എവിടെ നിന്നൊക്കെ ഈ മാർക്കറ്റ് റിസർച്ച് സ്റ്റഡി നടത്താനുള്ള ഡാറ്റ കളക്ട് ചെയ്യാം എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതെല്ലാം ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്. ബേസിക്കലി നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റയെ, മാർക്കറ്റ് റിസർച്ച് മെത്തേഡിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡാറ്റയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഇന്റേണൽ സോഴ്സസും എക്സ്റ്റേണൽ സോഴ്സസും. ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത് ഈ ഡാറ്റ കമ്പനിക്കുള്ളിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യുന്നെങ്കിൽ അതിനെ ഇന്റേണൽ സോഴ്സസ് എന്ന് പറയാം. കമ്പനിക്കുള്ളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡാറ്റ, എല്ലാ ഡാറ്റയും കമ്പനിക്കുള്ളിൽ നിന്ന് കിട്ടത്തില്ല. പക്ഷേ കമ്പനിക്കുള്ളിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഡാറ്റ കാണും. നമ്മുടെ മാർക്കറ്റ് റിസർച്ചിന് വേണ്ടി അങ്ങനത്തെ ഡാറ്റ വേണമെങ്കിൽ കമ്പനിക്കുള്ളിൽ നിന്ന് തന്നെ ഡാറ്റ കളക്ട് ചെയ്യാം. അതിന് 2-3 എക്സാമ്പിൾസ് ആണ് സെയിൽസ് റിപ്പോർട്ട്, കമ്പനിയുടെ സെയിൽസ് റിപ്പോർട്ട്, അതിൽ ഡാറ്റ കിട്ടും. പിന്നെ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസസ്, പിന്നെ കമ്മീഷൻ ടു സെയിൽസ്മാൻ. ഇതെല്ലാം ഡാറ്റയാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഡാറ്റ മാർക്കറ്റിംഗ് റിസർച്ചിന് വേണ്ടി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കമ്പനിക്കുള്ളിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യാൻ സാധിക്കും. കാരണം ഇങ്ങനത്തെ ഡാറ്റയൊന്നും കമ്പനിക്ക് പുറത്തു നിന്ന് കളക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ഇങ്ങനത്തെ ഡാറ്റ ഉപയോഗിച്ച് നടത്തുന്ന മാർക്കറ്റ് റിസർച്ച് ആണെങ്കിൽ കമ്പനിക്കുള്ളിൽ നിന്ന് തന്നെ ഈ ഡാറ്റ കളക്ട് ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെ കമ്പനിക്കുള്ളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡാറ്റ ഇന്റേണൽ സോഴ്സസ് എന്ന് പറയും. അതേസമയം ഇങ്ങനത്തെ ഡാറ്റ അല്ല വേണ്ടത്, കമ്പനിക്ക് പുറത്തുള്ള ആൾക്കാരിൽ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത് എങ്കിൽ ആ സോഴ്സസിനെ എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയും. അത് കമ്പനിക്ക് പുറത്തുനിന്നുള്ള ആൾക്കാരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ്. ഈ എക്സ്റ്റേണൽ സോഴ്സസിനെയാണ് ബേസിക്കലി ഈ പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ എന്നൊക്കെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം സോഴ്സസ് ഓഫ് പ്രൈമറി ഡാറ്റ. ഈ പ്രൈമറി ഡാറ്റ എന്താണെന്ന് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു. അതായത് നമ്മുടെ ഈ കമ്പനി നേരിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. മാർക്കറ്റ് റിസർച്ച് എന്തിനു വേണ്ടിയാണ് മാർക്കറ്റ് റിസർച്ച് നടത്തുന്നത്, അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഡാറ്റ കമ്പനി തന്നെ, അല്ലെങ്കിൽ കമ്പനി മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട് ഒരു ഏജൻസി ഏൽപ്പിക്കും. ആ ഏജൻസി ഡയറക്റ്റ് ആയിട്ട് ആൾക്കാരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡാറ്റയെ പ്രൈമറി ഡാറ്റ എന്ന് പറയും. ഈ സോഴ്സസ് ഓഫ് പ്രൈമറി ഡാറ്റ എവിടെ നിന്നൊക്കെ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ എന്ന് പറഞ്ഞ് 3 എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ 3 ആൾക്കാരുടെ കയ്യിൽ നിന്നും പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാം. എങ്ങനെ കളക്ട് ചെയ്യാം എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടായിരുന്നു. ക്വസ്റ്റ്യനെയർ ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, ഗൂഗിൾ ഫോറംസിൽ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ലിങ്ക്സ് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പണ്ടത്തെ രീതിയാണ് ടെലിഫോണിക് ഇൻ്റർവ്യൂ ഉണ്ട്, പോസ്റ്റൽ വഴി ഡാറ്റ കളക്ട് ചെയ്യാം. അപ്പം അങ്ങനത്തെ രീതിയിലുള്ള ഡാറ്റ കളക്ട് ചെയ്യാം. അപ്പം ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്, ഈ ക്വസ്റ്റ്യനെയർ ആർക്കൊക്കെയാണ് ഫില്ല് ചെയ്യാൻ കൊടുക്കുന്നത് എന്നതിനെ പറ്റിയുള്ളതാണ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, സെയിൽസ്മാൻ. ഈ കസ്റ്റമേഴ്സുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന ആൾക്കാരാണ് ഈ സെയിൽസ്മാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന്റെ നേച്ചർ എന്താണ്, അവരുടെ നീഡ്സ് എന്തൊക്കെയാണ്, അവരുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണെന്ന് ഈ സെയിൽസ്മാനാണ് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കുന്നത്. അപ്പം സെയിൽസ്മാനിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് കുറച്ചും കൂടെ റിലയബിലിറ്റി കൂടുമെന്ന് പറയാം. കമ്പനിക്ക് എന്ത് ഡാറ്റയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ഡാറ്റ കറക്റ്റായിട്ട് സെയിൽസ്മാനിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഈ സെയിൽസ്മാൻ എന്ന് പറയുമ്പം കമ്പനിയുടെ കീഴിൽ തന്നെയുള്ള ആൾക്കാർ തന്നെ ആവാം, അല്ലെങ്കിൽ മറ്റ് ഫ്രാഞ്ചൈസിയിലുള്ള ആൾക്കാരെ ആവാം. അപ്പോൾ സെയിൽസ്മാനിൽ നിന്ന് ഈ ക്വസ്റ്റ്യനെയറൊക്കെ സെയിൽസ്മാൻ ആണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ സെയിൽസ്മാനിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പ്രൈമറി ഡാറ്റ എന്ന് പറയാം. അതേസമയം ഡീലേഴ്സിൻ്റെ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നതെങ്കിൽ അതിന് ആ സോഴ്സ് എന്ന് പറയാം. ഈ ഡീലേഴ്സിൻ്റെ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നതിൻ്റെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ, ഈ ഡീലേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ പ്രോഡക്ട്സ് മാത്രം ആയിരിക്കത്തില്ല ഡീലേഴ്സ് ആയിട്ടുള്ളത്, മറ്റുള്ള കമ്പനീസിൻ്റെയും പ്രോഡക്ട്സ് ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ മറ്റുള്ള കമ്പനീസിൻ്റെ സ്ട്രാറ്റജി എന്താണ്, അവരുടെ മാർക്കറ്റിംഗ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, അപ്പോൾ അവരുടെ പ്രോഡക്ട്സിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ആക്ച്വലി ഡീലേഴ്സിന് കാര്യമായിട്ട് അറിയാൻ സാധിക്കും. ഏതൊക്കെ ഏരിയയിലോട്ടാണ് മറ്റ് കമ്പനീസിൻ്റെ പ്രോഡക്ട്സ് കൂടുതൽ സെയിൽസ് നടക്കുന്നത്, പ്രോഡക്ട്സ് മറ്റ് കമ്പനിക്കാർ എങ്ങനെയാണ് കമ്മീഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ, അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഡീലേഴ്സിന് സാധിക്കും. അതിനു വേണ്ടിയാണ് അവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഇതൊന്നും അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് പ്രൈമറി ഡാറ്റയാണ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സിന് എന്താണ് വേണ്ടത് എന്ന് അവർക്ക് തന്നെ കറക്റ്റായിട്ട് പറയാൻ സാധിക്കും. ഒരു പ്രോഡക്റ്റിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, എന്തൊക്കെ ഫീച്ചേഴ്സാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത്, എന്തൊക്കെ ഫീച്ചേഴ്സാണ് വേണ്ടത്, അതിൻ്റെ പാക്കേജിങ്, അതിൻ്റെ പ്രൈസിങ് ഒക്കെ എങ്ങനെയായിരിക്കണം, അങ്ങനെ ഒരു പ്രോഡക്റ്റിനെ പറ്റി എല്ലാ ഡീറ്റെയിൽസും കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നതാണല്ലോ പ്രോഡക്റ്റിൻ്റെ പ്രൈമറി ഇതെന്ന് പറയുന്നത്.
അപ്പോൾ കസ്റ്റമേഴ്സിന് തന്നെ ഏറ്റവും കൂടുതൽ റിലയബിൾ ആയിട്ടുള്ള ഡാറ്റ കൊടുക്കാൻ സാധിക്കും. പക്ഷേ കൂടുതൽ ടൈം കൺസ്യൂമിങ്ങും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കസ്റ്റമേഴ്സിൻ്റെ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ 3 രീതിയിലൂടെ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാം. ഇനി ഇതൊന്നും അല്ല എങ്കിൽ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോബ്ലം എന്തെന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, കൂടുതൽ കോസ്റ്റും വരും. അതേസമയം പെട്ടെന്ന് ഡാറ്റ കളക്ട് ചെയ്യണം എന്ന ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്ന രീതി ഉപയോഗിക്കാം. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും കമ്പനി ആൾറെഡി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ ആയിരിക്കാം. ആ ഡാറ്റ നമുക്ക് എടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡാറ്റ മാത്രം എടുത്തിട്ട് നമുക്ക് മാർക്കറ്റ് റിസർച്ച് നമുക്ക് കണ്ടക്ട് ചെയ്യാം. കഴിഞ്ഞ വീഡിയോ ഞാൻ മറ്റേ സ്പ്രിംഗ്ലർ ഇഷ്യൂവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം അവരുടെ കയ്യിലൊക്കെ ഡാറ്റ ഉള്ളത് ഈ മാർക്കറ്റ് റിസർച്ചിന് വേണ്ടി യൂസ് ചെയ്യാൻ സാധിക്കും. അവർക്ക് വേണമെങ്കിൽ ആ ഡാറ്റ മറ്റുള്ള ക്ലയൻസിന് ആവശ്യമായ ഈ ഡാറ്റ ചോദിച്ചു വരുന്ന ആൾക്കാർക്ക് ഒരു റേറ്റ് വെച്ചിട്ട് അവർക്ക് വിൽക്കാനായിട്ട് സാധിക്കും. അത് കമ്പനിക്കാർ വന്ന് വാങ്ങിക്കും. അപ്പോൾ വാങ്ങിക്കുന്നതിൻ്റെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ ചില ഡാറ്റയൊന്നും കിട്ടാൻ സാധ്യത ഇല്ലാത്ത ഡാറ്റ ആയിരിക്കും. മെഡിക്കൽ ഡാറ്റയൊക്കെയാണ് പറഞ്ഞാൽ കളക്ട് ചെയ്യാൻ സാധിക്കാത്ത ഡാറ്റയാണ്. അപ്പോൾ അങ്ങനത്തെ ഡാറ്റയൊക്കെ ആണെങ്കിൽ കളക്ട് ചെയ്യാൻ സാധിക്കാത്ത ബുദ്ധിമുട്ടുള്ള ഡാറ്റ, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് റെഡി ആയിട്ട് എവിടെയും ഡാറ്റ ഉണ്ടെങ്കിൽ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു സോഴ്സിനെയാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ഇത് കമ്പനി നേരിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റ ആയിരിക്കത്തില്ല. മറ്റൊരു കമ്പനി അല്ലെങ്കിൽ ഏജൻസിയൊക്കെ കോൺടാക്ട് ചെയ്ത് എടുക്കുന്ന ഡാറ്റയാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ഈ സെക്കൻഡറി ഡാറ്റ എന്ന് ക്ലാസിഫൈ ചെയ്തിട്ട് ടെക്സ്റ്റിൽ ഇത്രയും എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഈ പ്രസ് എന്ന് ഉദ്ദേശിക്കുന്ന ന്യൂസ് പേപ്പറിലാണ്. ന്യൂസ് പേപ്പറിൽ വരുന്ന ഡാറ്റ ഉപയോഗിച്ച് മാർക്കറ്റ് റിസർച്ച് അതിന് വേണ്ടിയുള്ള ഡാറ്റ കളക്ട് ചെയ്യാം. പിന്നെ പബ്ലിക്കേഷൻസ് ഓഫ് ട്രേഡ് അസോസിയേഷൻസ് അവരുടെ ഓരോ സ്റ്റഡിയും അവരുടെ സെയിൽസ് ഫിഗേഴ്സും കാര്യങ്ങളെല്ലാം പബ്ലിഷ് ചെയ്യും. ആ മാഗസീൻസിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഗവൺമെൻറ് പബ്ലിക്കേഷൻസ്, പിന്നെ പബ്ലിക്കേഷൻ ഓഫ് ഫോറിൻ ഗവൺമെൻറ്റ്സ് ആൻഡ് ഇൻ്റർനാഷണൽ ഏജൻസീസ്, UN, വേൾഡ് ബാങ്ക്, IMF ഇങ്ങനത്തെ ഇൻ്റർനാഷണൽ ഏജൻസീസൊക്കെ സ്റ്റഡി കണ്ടക്ട് ചെയ്യും. അവർ അതിൻ്റെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാം. പിന്നെ ഈ അമേരിക്ക പോലുള്ള കമ്പനീസ് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പ്രോവർട്ടി മാറ്റുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എക്കണോമി ഡെവലപ്പ് ആക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സർവേ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ അതിനെ പറ്റിയുള്ള ഡാറ്റയൊക്കെ അവർ പബ്ലിഷ് ചെയ്യും. ആ ഡാറ്റയിൽ നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ആവശ്യമുള്ള ഇൻഫർമേഷൻസ് എടുക്കാം. ഇങ്ങനത്തെ കൺട്രീസ് ഇന്ത്യയിലുള്ള ആൾക്കാരെ പറ്റി വരെ സർവേ നടത്തുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ മാർക്കറ്റ് റിസർച്ച് നടത്താം. പിന്നെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്, കമ്പനീസ്, ഈ സ്പ്രിംഗ്ലറൊക്കെ ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്, കമ്പനീസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ അവരൊക്കെ ആൾറെഡി കളക്ട് ചെയ്ത് വെച്ചിരുന്ന ഡാറ്റയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡാറ്റ മാത്രമായിട്ട് വാങ്ങിച്ച് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ മാർക്കറ്റ് റിസർച്ചിന് വേണ്ടി. അപ്പോൾ ഇതൊക്കെയാണ് സോഴ്സസ് ഓഫ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. എന്ത് ഡാറ്റയാണോ വേണ്ടത് അത് ഡിസൈഡ് ചെയ്യുന്നത് എന്ത് ടൈപ്പ് ഓഫ് മാർക്കറ്റ് റിസർച്ച് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് ചിലപ്പോൾ സെക്കൻഡറി ഡാറ്റ ആവശ്യം വരത്തില്ല, പ്രൈമറി ഡാറ്റ കൊണ്ട് നമ്മൾ ആവശ്യം നടക്കുമായിരിക്കും. അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട, കമ്പനിയുടെ ഉള്ളിൽ തന്നെയുള്ള അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ ഉപയോഗിച്ച് മാർക്കറ്റ് റിസർച്ച് നടത്താൻ സാധിച്ചെന്നിരിക്കും. അതെല്ലാം ഓരോ സിനാരിയോ ആണ്. ഇതൊക്കെയാണ് സോഴ്സസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്, മാർക്കറ്റിംഗ് റിസർച്ചിന് വേണ്ടിയുള്ള സോഴ്സസ് ഓഫ് ഡാറ്റ. താങ്ക് യു.